ഞാൻ അതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയവും കണ്ടിരുന്നില്ല. ഇപ്പോഴും ഞാനത് കാണുന്നു. കാരണം കേരള അല്ലെങ്കിൽ കണ്ണൂർ, കേരളവും കെ ആണ്, കണ്ണൂരും കെ ആണ്. KMCC, കേരള അല്ലെങ്കിൽ കണ്ണൂർ മുനിസിപ്പൽ മുസ്ലിം ചാരിറ്റബിൾ കൾച്ചറൽ സെന്റർ, KMCC. ഞാൻ അതിന്റെ അബ്രിവേഷൻ എക്സ്പാൻഡ് ചെയ്തിരുന്നില്ല. CDMEA നിങ്ങൾക്ക് പലപ്പോഴും പരിചയമില്ലെങ്കിൽ എനിക്ക് ഏറ്റവും പരിചയമുള്ള പേരാണ് CDMEA, കാനനൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷൻ. ഈ സാംസ്കാരിക സംഘടനയേക്കാൾ ശക്തമായ രാഷ്ട്രീയ അടിത്തറയുള്ള സംഘമാണ് CDMEA. ഈ CDMEA നയിക്കുന്ന ഒരു കോളേജാണ് സർ സയ്യിദ് കോളേജ്. സർ സയ്യിദ് കോളേജിൽ ചേരുന്നതിന് മുന്നേ ഞാൻ അവിടെ 5 വർഷം വിദ്യാർത്ഥിയായിരുന്നു, 74 മുതൽ 79 വരെ. എൻ്റെ വീട് മോറാഴയിലാണ്. സർ സയ്യിദ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യ രാഷ്ട്രീയം, വലിയൊരു ഇതൊന്നുമില്ലെങ്കിലും എൻ്റെ പ്രദേശത്തിൻ്റെ പ്രത്യേകതയും സർ സയ്യിദിൻ്റെ പ്രത്യേക അന്നത്തെ അന്തരീക്ഷവും, ഞാനത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അന്നത്തെ S. മമ്മു. ആതുര സേവന രംഗത്തും അശരണരും അതുപോലെ അഗതികളുമായ ആളുകളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ ശുഷ്കാന്തി കാണിച്ചു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ തലശ്ശേരിയിൽ മലബാർ ക്യാൻസർ സെന്ററുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സ്ഥാപനം തന്നെ, വലിയൊരു ബിൽഡിംഗ് തന്നെ ഉയർന്നു വരികയാണ്. അത് സത്യത്തിൽ ആരും അറിയുന്നില്ല. അതാണ് ആ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്. വലുതായിട്ടുള്ള ഒരു പരസ്യമൊന്നുമില്ലാതെ തികച്ചും ആത്മാർത്ഥമായിട്ട് ഗോപ്യമായിട്ട് ആണ് പ്രവർത്തനം ചെയ്യുന്നത്. നമ്മുടെ സർ സയ്യിദ് കോളേജിന്റെ ഗവർണിംഗ് ബോഡിയിലെ നമ്മുടെ സെക്രട്ടറിയായ KV മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ തലക്കൊണ്ടു ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ കോളേജിൽ വെച്ചും CH സെന്ററിന് വേണ്ടി കുറച്ച് പണം സമാഹരിക്കേണ്ടായി. പല അധ്യാപകരും വളരെ നല്ല നിലക്ക് തന്നെ അതിനോട് പ്രതീക്ഷിച്ചു. ഞാനും അതിന്റെ ഒരു മെമ്പറാണ്. 3 പെൺകുട്ടികൾക്ക് ഞാൻ കൊടുത്തിട്ടുള്ള വർക്ക് ഈ ചൈന ക്ലേ ഖനനം മൂലം പുറത്തു വരുന്ന മലിനജലം കൊണ്ട് കൃഷിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ്. അപ്പൊ കൃഷിക്ക് എങ്ങനെയാണ് പ്രശ്നങ്ങൾ പഠിച്ചത്? വളരെ പ്രധാനപ്പെട്ട 8 ഇനങ്ങളിൽ പെടുന്ന നെൽവിത്തുകൾ ശേഖരിച്ചു. അതിൽ സാധാരണ ഉപയോഗിക്കുന്നതും മുമ്പ് ഉപയോഗിക്കുന്നതായിട്ട് നെൽവിത്തുകൾ ശേഖരിച്ചിട്ട് ഈ മലിനജലം ശേഖരിച്ച് അതിന്റെ വിവിധ കോൺസെൻട്രേഷനിൽ, വിവിധ സാന്ദ്രതയിലുള്ള ജലം എടുത്തിട്ട് അതിലൊക്കെ വളർത്തി നോക്കുക. എന്നിട്ട് എത്രമാത്രം ഈ ചെടി മുളച്ചു വളരുന്നുണ്ട്. ഫലം വളരെയേറെ അത്ഭുതപ്പെടുന്ന വെച്ചാൽ മിക്ക ചെടികളും അതില് വളരുന്നു, മിക്ക വിത്തുകളും അതിൽ മുളക്കുന്നു പോലുമില്ല. അതിലൊരു സൂര്യ എന്ന് പറയുന്ന ഒരു ഇനം മാത്രം 25%, അതായത് അതിന്റെ സാന്ദ്രത കുറച്ച് 25% താഴെയാക്കിയപ്പോൾ മാത്രം മുളച്ചത്. അപ്പൊ അത് നമ്മളൊരു റിപ്പോർട്ട് ജേർണലിൽ കൊടുക്കാൻ വേണ്ടി കൊടുത്താൽ, ജേർണലിൽ വന്നു കഴിഞ്ഞാൽ അത് പത്രത്തിൽ കൂടി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അത് നല്ലൊരു റിപ്പോർട്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ ഒരു പഠനത്തിന്റെ ഒരു പിൻബലം നിങ്ങളുടെ സമരത്തിന് കിട്ടാവുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഇനിയും ഇപ്പൊ ഇവിടെ ചില കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഞാൻ അക്കാര്യത്തിലും നമ്മുടെ കോളേജിൽ ചില പ്രവർത്തനങ്ങൾ പുറത്തറിയാതെ നടന്നതായിട്ട് എനിക്കറിയാം.
അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ കാലത്ത് എല്ലാവരും സാമ്പത്തികമായി നല്ല പുരോഗതിയിലാണ്, പാവപ്പെട്ടവർ കുറവാണെന്നൊക്കെ പൊതുവെ പറയാറുണ്ടെങ്കിലും 1-2 രക്ഷിതാക്കൾ അഡ്മിഷൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിരുന്നു. ഒരു പെണ്ണുങ്ങൾ, ഒരു ലേഡി മകനെയും കൊണ്ട് വന്നിട്ട് ചേർക്കാൻ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്കാരുമില്ല, മക്കളില്ല, ഈ ഫീസ് അടക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അപ്പൊ ആ സന്ദർഭത്തിൽ നമുക്കാണെങ്കിൽ ഫീസ് വാങ്ങാതിരിക്കാൻ കഴിയില്ല, കാരണം ഗവൺമെന്റിൽ അടക്കേണ്ടുന്ന ഫീസാണ്. കുറെ പേർക്കൊക്കെ നമുക്ക് പോക്കറ്റിൽ നിന്ന് അന്നേരം എടുത്തു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ആ ഘട്ടത്തിൽ MSFന്റെ ചില കുട്ടികൾ അവിടെ വന്ന് ഇവരെ കൊണ്ടുപോയി, എനിക്കൊന്ന് KMCCയുടെ സഹായത്തോടെയാണെന്ന് ഞാനത് മനസ്സിലാക്കുന്നത്, അവരുടെ ഫീസ് ആരും അറിയാതെ അടുപ്പിക്കുന്നുണ്ട്. ആരും അറിയില്ല, അത് ഓഫീസിലുള്ള ആൾക്കാർ പോലും അറിയാതെ സ്വകാര്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഏറ്റവും നല്ല ധാരണ നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില സംഗതികളിൽ ഒന്നാണ്. അപ്പൊ ഇനിയും അത് വളരുമാറാകട്ടെ. സർവശക്തനായ അല്ലാഹു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും എല്ലാം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ഞാൻ പറഞ്ഞു. മീറ്റിംഗിൽ വെച്ച് പറയുകയുണ്ടായി, ഈ അലൂമിനി അസോസിയേഷന്റെ പലപ്പോഴും വളരെ പ്രശസ്തമായി പ്രവർത്തിക്കുന്ന പല യൂണിവേഴ്സിറ്റികളുടെയും UK-യിലും അമേരിക്കയിലും ഒക്കെയുള്ള പല യൂണിവേഴ്സിറ്റികളുടെയും പ്രവർത്തനങ്ങളിൽ അലൂമിനി അസോസിയേഷന്റെ പങ്ക് അവിഭാജ്യമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് നെറ്റിലൂടെയൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. അവർ ചെയ്തു കൊടുക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ. അതുപോലെ നിങ്ങളുടേതായ ഒരു സിഗ്നേച്ചർ, സ്കോട്ടയുടെ ഒരു പേര് സർ സെയ്ദ് കോളേജിന്റെ ക്യാമ്പസിൽ അത് ഉണ്ടാക്കാൻ ഉള്ള ശ്രമം. പാട്ടുകളൊക്കെ കേൾക്കാനുണ്ട്. എനിക്ക് തോന്നിയത് ഇവിടുന്ന് ചിലപ്പോ പണ്ട് പ്രിൻസിപ്പൾമാർ സംസാരിക്കുമ്പോ കൂക്കി വിളിച്ച അനുഭവങ്ങളെല്ലാം ഉള്ള ആളുകൾ അത്യാവശ്യം തെറ്റോടുകൂടിയെങ്കിലും ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ സർ സെയ്ദ് കോളേജിൽ 74 മുതൽ 79 വരെ പഠിച്ചവർ തനി കന്യാസ്ത്രീക്കാരുണ്ട്. അങ്ങനെ ആവാൻ സാധിക്കില്ല. മനസ്സിനുള്ളു തുറക്കണമെങ്കിൽ നമ്മുടെ മാതൃഭാഷ